ഹലോ, അപ്പോൾ സൺഡേ ആയപ്പോൾ ഞാനൊരു ചെറിയൊരു അയിലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ നിങ്ങളെയും കൂടി കാണിച്ചു തരാമെന്ന് വിചാരിച്ചു. ചട്ടി ചൂടായതിന് ശേഷം കുറച്ച് മല്ലിപ്പൊടിയും കുറച്ച് മുളക് പൊടിയും കൂടി ഇട്ടിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് നന്നായിട്ട് ഒന്ന് നമ്മളെന്താ പറയുക, ഒന്ന് മൂപ്പിച്ചെടുക്കണം. നന്നായിട്ട് മൂപ്പിച്ചതിന് ശേഷം നല്ലൊരു സ്മെല്ല് വന്നു കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിപ്പോൾ ഒരു തിള വന്നൊക്കെ കഴിയുമ്പോൾ ഞാൻ നേരെ നമ്മുടെ കുടംപുളിക്ക് പകരം നല്ല ഇരുമ്പൻ പുളിയാണ് ഇട്ട് കൊടുക്കണം. ഇരുമ്പൻ പുളി ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ട് അതൊന്ന് തിളയ്ക്കാൻ വയ്ക്കുക. അതിന് ശേഷം കുറച്ച്, അതായത് നമുക്ക് എത്രയാണ് നമ്മൾ മീനെടുക്കുന്നത് അതിനനുസരിച്ച് വേണം നമ്മൾ എരിവും കാര്യങ്ങളൊക്കെ ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ ഈ തൃശ്ശൂരുകാരെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നേരെ അയിലയുടെ തലയൊക്കെ വെട്ടിയെടുക്കാറുണ്ട് കേട്ടോ, ക്ലീൻ ചെയ്തിട്ട്. അപ്പോൾ ഇതുപോലെ നമ്മൾ നല്ല വൃത്തിയായിട്ട് ക്ലീൻ ചെയ്തെടുത്തിട്ട് അതും കൂടി അതിലേക്ക് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. പിന്നെ അത്യാവശ്യമായിട്ടുള്ള ഉപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുക്കുക കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മളത് മൂടി വയ്ക്കുക നന്നായിട്ട്. അപ്പോൾ നന്നായിട്ടൊന്ന് വറ്റി വന്ന് കഴിയുമ്പോൾ നമ്മളതിനെ ഒന്ന്, നമ്മൾക്ക് അത്യാവശ്യം ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്ന നോക്കണം. കാരണം അത് ഇരുമ്പൻ പുളിയല്ലേ നമ്മൾ ഇട്ടിരിക്കുന്നത്. അപ്പോൾ ജസ്റ്റ് ഒന്ന് നമ്മുടെ കറക്റ്റ് സെറ്റാണോ എന്നൊക്കെ നമ്മൾ നോക്കണം. അതിന് ശേഷം അതിനെ ഒന്ന് നമ്മൾ എടുത്ത് മാറ്റി വെച്ചതിന് ശേഷം, അതായത് നമ്മൾ നന്നായിട്ട് വറ്റിയിട്ടുണ്ട്. വറ്റിയതിന് ശേഷം നമ്മൾ നേരെ ചെറിയൊരു ചീനച്ചട്ടി വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമ്മുടെ മെയിൻ ഐറ്റം നമ്മുടെ കൂട്ടാൻ കാച്ചിലാണ്. നമ്മുടെ തൃശ്ശൂർക്കാർക്കൊക്കെ കൂട്ടാൻ കാച്ചിലുണ്ട് കേട്ടോ, ഞങ്ങളുടെ ചേർത്തലക്കാർക്ക് കൂട്ടാൻ കാച്ചിലില്ല. അപ്പോൾ കൂട്ടാൻ നന്നായിട്ടൊന്ന് കാച്ചിയതിന് ശേഷം അതിൻ്റെ മേളിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ അടിപൊളി ഒരു സ്മെല്ല് വരും കേട്ടോ. അതിനുശേഷം ചോറും നമ്മുടെ സാമ്പാറും നമ്മുടെ മീൻ